വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹനാസ് PSC കോർണർ. ഇന്ന് നമ്മൾ PSC പരീക്ഷയിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതകൾ. ഈ ടോപ്പിക്കിൽ നിന്നുള്ള 100-ൽ പരം ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 കാണാത്തവർ പാർട്ട് 1 കണ്ടിട്ട് വേണം പാർട്ട് 2 കാണാൻ, കാരണം അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായി തയ്യാറാക്കാനെടുത്ത സമയം എത്ര? ഓപ്ഷൻ എ 1 വർഷം 9 മാസം 18 ദിവസം, ഓപ്ഷൻ ബി 2 വർഷം 10 മാസം 5 ദിവസം, ഓപ്ഷൻ സി 2 വർഷം 11 മാസം 18 ദിവസം, ഓപ്ഷൻ ഡി 4 വർഷം 2 മാസം 11 ദിവസം. രണ്ട് വർഷം 11 മാസം 18 ദിവസം. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി BR അംബേദ്കർ, ഓപ്ഷൻ ഡി രാജേന്ദ്ര പ്രസാദ്. BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയ സമിതി ഏത്? ഓപ്ഷൻ എ യൂണിയൻ കമ്മിറ്റി, ഓപ്ഷൻ ബി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഓപ്ഷൻ സി ഫിനാൻസ് കമ്മിറ്റി, ഓപ്ഷൻ ഡി പ്ലാനിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര്? ഓപ്ഷൻ എ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി BR അംബേദ്കർ, ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏത് തരത്തിലുള്ള ഭരണഘടനയാണ്? ഓപ്ഷൻ എ ഏറ്റവും ചെറിയത്, ഓപ്ഷൻ ബി ഏറ്റവും പഴയത്, ഓപ്ഷൻ സി ഏറ്റവും വലിയ ലിഖിത ഭരണഘടന, ഓപ്ഷൻ ഡി അലിഖിത ഭരണഘടന. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ച ദിവസം ഏത്? ഓപ്ഷൻ എ 1950 ജനുവരി 26, ഓപ്ഷൻ ബി 1949 നവംബർ 26, ഓപ്ഷൻ സി 1947 ഓഗസ്റ്റ് 15, ഓപ്ഷൻ ഡി 1952 ജനുവരി 26. നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇല്ലാത്ത വാക്ക് ഏത്? ഓപ്ഷൻ എ സോഷ്യലിസ്റ്റ്, ഓപ്ഷൻ ബി മതനിരപേക്ഷ, ഓപ്ഷൻ സി ഫെഡറൽ, ഓപ്ഷൻ ഡി ജനാധിപത്യം. ഫെഡറൽ. ഫെഡറൽ എന്ന വാക്കാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇല്ലാത്തത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാക്കുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ ജനകീയ പരമാധികാരം, ഓപ്ഷൻ ബി രാജഭരണം, ഓപ്ഷൻ സി പാർലമെന്റ് പരമോന്നതം, ഓപ്ഷൻ ഡി നീതിന്യായ പരമാധികാരം. ജനകീയ പരമാധികാരം. ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്തിലാണ്? ഓപ്ഷൻ എ പാർട്ട് 1, ഓപ്ഷൻ ബി പാർട്ട് 2, ഓപ്ഷൻ സി പാർട്ട് 3, ഓപ്ഷൻ ഡി പാർട്ട് 4. പാർട്ട് 3. പാർട്ട് 3യിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് ഭാഗത്തിലാണ്? ഓപ്ഷൻ എ പാർട്ട് 2, ഓപ്ഷൻ ബി പാർട്ട് 3, ഓപ്ഷൻ സി പാർട്ട് 4, ഓപ്ഷൻ ഡി പാർട്ട് 5. പാർട്ട് 4. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സും പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ആണെന്ന് ഓർത്തുവെക്കുക. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി ബ്രിട്ടൻ, ഓപ്ഷൻ ഡി ഫ്രാൻസ്.
റഷ്യ ഇന്ത്യൻ ഭരണഘടനയിലുള്ള ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് സ്വീകരിച്ചത് റഷ്യയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര മൗലികാവകാശങ്ങളാണ് നിലവിലുള്ളത്? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 8. 6 മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ളത്. റൈറ്റ് ടു പ്രോപ്പർട്ടി നിലവിൽ എന്താണ്? ഓപ്ഷൻ എ മൗലികാവകാശം, ഓപ്ഷൻ ബി നിയമാവകാശം, ഓപ്ഷൻ സി ഭരണഘടനാ കടമ, ഓപ്ഷൻ ഡി രാഷ്ട്രീയാവകാശം. നിയമാവകാശം. റൈറ്റ് ടു പ്രോപ്പർട്ടി നിലവിൽ നിയമാവകാശമാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കിയ ഭേദഗതി ഏത്? ഓപ്ഷൻ എ 24-ാം ഭേദഗതി, ഓപ്ഷൻ ബി 42-ാം ഭേദഗതി, ഓപ്ഷൻ സി 44-ാം ഭേദഗതി, ഓപ്ഷൻ ഡി 52-ാം ഭേദഗതി. 44-ാം ഭേദഗതി. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 352, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 356, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 368, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 368. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യാമെന്ന് വ്യക്തമാക്കിയ കേസ് ഏത്? ഓപ്ഷൻ എ ബെർബറി കേസ്, ഓപ്ഷൻ ബി കേശവാനന്ദ ഭാരതി കേസ്, ഓപ്ഷൻ സി മിനർവ മിൽസ് കേസ്, ഓപ്ഷൻ ഡി ഗോലക്നാഥ് കേസ്. കേശവാനന്ദ ഭാരതി കേസ്. ഈ കേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. സിംഗിൾ സിറ്റിസൺഷിപ്പ് ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ബ്രിട്ടൻ, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി ജപ്പാൻ. ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ സിംഗിൾ സിറ്റിസൺഷിപ്പ് സ്വീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 4A എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻ എ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഓപ്ഷൻ ബി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഓപ്ഷൻ സി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഓപ്ഷൻ ഡി സിറ്റിസൺഷിപ്പ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. പാർട്ട് 4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഐഡന്റിറ്റി കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ NA പൽക്കിവാല, ഓപ്ഷൻ ബി BR അംബേദ്കർ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി AV ഡെയ്സി. NA പൽക്കിവാല. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം ഏത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 14, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 19, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 21, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 ഏത് അവകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഭരണഘടനാ പരിഹാരാവകാശം, ഓപ്ഷൻ ബി സമത്വാവകാശം, ഓപ്ഷൻ ബി സ്വാതന്ത്ര്യാവകാശം, ഓപ്ഷൻ ഡി വിദ്യാഭ്യാസാവകാശം. ഭരണഘടനാ പരിഹാരാവകാശം. ഫണ്ടമെന്റൽ റൈറ്റ്സ് സംരക്ഷിക്കുന്ന പ്രധാന സ്ഥാപനം ഏത്? ഓപ്ഷൻ എ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഓപ്ഷൻ ബി പാർലമെന്റ്, ഓപ്ഷൻ സി സുപ്രീം കോടതി, ഓപ്ഷൻ ഡി ധനകാര്യ കമ്മീഷൻ. സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സംരക്ഷിക്കുന്ന സ്ഥാപനം. ഇന്ത്യൻ ഭരണഘടനയിൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 1, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 2, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 3, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 4.
ആർട്ടിക്കിൾ 1 ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് പറയുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 1, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 5, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 14, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 1. ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വാവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏത്? ഓപ്ഷൻ എ 12 മുതൽ 35 വരെ, ഓപ്ഷൻ ബി 14 മുതൽ 18 വരെ, ഓപ്ഷൻ സി 19 മുതൽ 22 വരെ, ഓപ്ഷൻ ഡി 25 മുതൽ 28 വരെ. പതിനാല് മുതൽ 18 വരെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിന്റെ ബാക്കി 2 ദിവസത്തിന് ശേഷം വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുവരെ ബൈ ബൈ.